കുമ്പസാരിക്കണം ഫാദർ. ഫാദർ, ഞങ്ങൾ 4 പേരുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് താങ്കൾക്ക് നന്നായി അറിയാം. പെട്ടെന്ന് കാശിന് ആവശ്യം വന്നു. ഒരുപാട് ട്രൈ ചെയ്തു, കിട്ടിയില്ല. മോഷ്ടിച്ചു ഫാദർ. ഓ ഗോഡ്. എന്നാൽ എടുത്ത കാശ് എടുത്തെടുത്ത് തന്നെ വെച്ചു ഫാദർ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്തുതി. അവിടുത്തെ പുത്രനായ ജെറി അവൻ ചെയ്ത പാപങ്ങൾ അവിടുത്തെ തിരുമുന്നിൽ സ്വയം ഏറ്റുപറയുന്നു. അവൻ്റെ പാപങ്ങൾ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകിയാലും അവൻ ഇതുവരെ ചെയ്ത പാപങ്ങൾ വീണ്ടും തുടരാതിരിക്കാൻ അവിടുത്തെ കാരുണ്യം അവനിൽ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈ പ്രായത്തിൽ തെറ്റ് മനസ്സിലാക്കിയത് തന്നെ വലിയ കാര്യം. നീ പശ്ചാത്തപിച്ചില്ലേ? കർത്താവ് നിന്നോട് ഉറപ്പായും ക്ഷമിക്കും. കർത്താവ് ക്ഷമിക്കാനാണെങ്കിൽ വേറെ പള്ളിയിൽ പോയനെ ഫാദർ. അവിടുന്ന് ക്ഷമിക്കാനാണ് ഇവിടേക്ക് വന്ന്. ക്ഷമിക്കില്ലേ ഫാദർ? ഷുവർ, ഞാൻ ക്ഷമിച്ചില്ലേ. ആ അതിരിക്കട്ടെ, കാശ് എടുത്തിട്ട് പറഞ്ഞില്ല, വെച്ചിട്ട് പറഞ്ഞില്ല. ആരാ മനുഷ്യൻ? ആ മനുഷ്യൻ ഫാദർ തന്നെയാ. ഇന്നാ പിടിച്ചോ അതിന്റെ താഴെ. അതെ അതെ, എക്സ്റേയില് ഉള്ളിലുള്ള എല്ല് തെളിയുന്ന പോലെ റൂമിലുള്ളിലെ ഫിഗർ തെളിയുന്നതിന് എന്തേലും ഒന്ന് വേഗം കണ്ടുപിടിക്കണം മച്ചാ. ഡോൺ വരി മച്ചാ, തീർച്ചയായും നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു വഴി ഇപ്പൊ തെളിയുന്നുണ്ട്. മച്ചാ ചരക്കടാ. എവിടെ എവിടെ എവിടെ? എന്തുവാടാ കാണിക്കുന്നത്? ഫോക്കസ് ചെയ്യടാ, ഫോക്കസ് ചെയ്യ. ഓക്കെ ഓക്കെ ഓക്കെ. കരിഞ്ഞുണങ്ങിയ ചുള്ളിക്കമ്പ് കണ്ടിട്ട് ചരക്കന്ന്. എടാ ബബിൾസ്ടാ. സ്മാർട്ട് സിറ്റിയിലുള്ള സ്വീറ്റ് 16 റോസിയാടാ അത്. റോസി ജെട്ടി ഇടുന്ന പ്രായം തൊട്ടേ എനിക്കറിയാം. നിന്റെ ഒരു ഭാഗ്യം തന്നെ മച്ചാ. ഇപ്പൊ കാണുന്നതും ജെട്ടി തന്നെയാടാ ഇട്ടേക്കണേ. ഓ മൈ ഗോഡ്, നോക്കട്ടെ. നോക്ക് നോക്ക്, ശരിക്കും നോക്ക്. മച്ചാ റോസിയടാ. ലേറ്റ് ആയിട്ടാണെങ്കിലും ഹോട്ടായിട്ടാ മച്ചാ അവള് വന്നേക്കുന്നത്. ശരിയാണ്ടാ. ബ്യൂട്ടി റോസി ദ ക്യൂട്ടി. തൂ കമ്പോച്ചെടി. അച്ഛൻ. അച്ഛനില്ലടാ, അമ്മയല്ലേ ഉള്ളൂ. അതല്ലടാ അച്ഛൻ. അച്ഛനെ നീ നോക്കിയോ, റോസിയെ ഞാൻ നോക്കിക്കോളാം. എന്താടാ ഇതാണോടാ ഗ്രൂപ്പ് സ്റ്റഡി? മച്ചാ അത് കണ്ടോടാ, ഹോളി ബെൽസില് വേന്ദ്രന്മാരെ നിൽക്കുന്നത്. സൈക്കിളിനൊക്കെ എന്തിനടാ സിഗ്നല്? സൈക്കിളുകാരനെ പിച്ചക്കാരനെ പോലീസ് തടയാറേ ഇല്ല. ചുമ്മാ ഓരം ചേർന്ന് പോവാൻ നോക്കും മച്ചാ. മച്ചാ സിഗ്നൽ ആയിടാ. മച്ചാ കാര്യം കഴിഞ്ഞു. മക്കളെ എങ്ങോട്ട് നോക്ക്. പണി പാളിയല്ലേ അളിയാ? സൈക്കിള് മാത്രല്ല പഞ്ചറാവുന്നേ, ആണിക്കേറിയ ബൈക്കും പഞ്ചറാവൂലേ? ഇതൊരു 8ന്റെ പണിയാ. ആണോ മച്ചാ? പിന്നെ അല്ലാതെ. അഡ്ജസ്റ്റ് ചെയ്തേക്കണേ, കുറ്റപ്പെടുത്തല്ലേ. മച്ചാ മച്ചാ, ആ സായിപ്പിന്റെ പണി കണ്ടോ നീ? ഓ അയ്യോ, എന്തൊരു തിരുമല തിരുമല നോക്കിയേ നീ. വെറുതെ തിരുമെന്ന് പറയല്ലേ മച്ചാ, നല്ല ഹോട്ട് മസാജ് എന്ന് പറ. എന്താ കുളിക്കാൻ പോവാ?
അല്ല മച്ചാ, എവിടെ പ്രശ്നം ഉണ്ടായാലും ആദ്യം എന്റെ ഷർട്ടാ കീറുന്നത്. എന്താ പ്രശ്നം? എന്തായിരിക്കും പറഞ്ഞിട്ടേ അടിക്കൂ, അപ്പൊ അറിയാം. അത്രയ്ക്ക് വലിയ മുതലയോ? അറിയില്ലടാ. എന്ത് മുതലയോ? ഇത് വെറുതെ ആയി പോയല്ലോ. കഷ്ടായി പോയല്ലോ. മച്ചാ, നമ്മളെല്ലാം രക്ഷപ്പെട്ടടാ. അത് ശരിയാ, ജസ്റ്റ് മിസ്ഡാ. അതല്ലടാ, നമ്മളെല്ലാം 11th പാസ്സായടാ. ആണോടാ? On the way, on the way. ഇവര് മൊത്തം 8 പേരുണ്ട്. എല്ലാം കാഞ്ഞ വിത്തുകളാ. വഴക്ക് കാരണം ക്ലാസ്സിൽ നടക്കാറില്ല. ഈ 2 ഗ്രൂപ്പിന്റെ കഴിവ് കൊണ്ടല്ലേ സ്കൂൾ തന്നെ നടന്നു പോകുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ വഴക്കിടും, പക്ഷേ എല്ലാ പ്രശ്നങ്ങളും അവർ സോൾവ് ചെയ്യും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രശ്നക്കാരൊന്നും അല്ല അവര്, കേട്ടോ. ഡാ, ഒരുപാട് ഡീസന്റ് ആവല്ലേ. ഡാ, നീ എന്താ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരുന്നത്? അതിന് ഞാനെന്ത് പറഞ്ഞോ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ഏയ്, ആരാടാ നീ? നീ ആരാടാ? ഏയ് മതി മതി, വിട്ടേക്ക്. കണ്ടില്ലേ, ഇവരെ പറ്റി സംസാരിച്ചാ നമ്മളും വഴക്കിടും. എന്തൊരു കുഴപ്പമാ സാർ ഇത്. കറക്റ്റ്. നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചേ? എന്തൊരു ജന്മമാണ് നിന്റെയൊക്കെ? എന്തുണ്ടാക്കാനാ ഇപ്പൊ വന്നേക്കുന്ന നാണം കെട്ടവന്മാരെ? വെറുതെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീം വിളക്കാതെ മോനെ. ഇപ്പൊ കണ്ടോ നീ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്? കാണാലോ. ചേച്ചി, എന്ത് കളിയാ ചേച്ചി ഇത്? ഇവിടെ നിന്നോടി ഹോളി ബെല്ലടിക്കണം. ആരാദ്യം അടിക്കുന്നോ അവനാണ് ഹീറോ. മനസ്സിലായോ? നശിച്ചവന്മാര് കെണി വെച്ചേക്കുന്നു. പിടിച്ചെണീപ്പിക്കടാ ഇവനെ. വാടാ, പിടിക്കടാ, കാണിച്ചു തരാടാ നിന്നെയൊക്കെ. വാടാ. ഡിയർ സ്റ്റുഡൻസ്, ഒരു സ്കൂളിന്റെ പേരും പെരുമയുമെല്ലാം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കൈകളിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഹോളിബിൾ സ്കൂളിന്റെ പേരും പെരുമയും ഉയർത്തുന്നതിന് നമുക്ക് 1-2 പേരല്ല, എക്സ്ട്രാ ഓർഡിനറിയായി 8 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. അവര് കാരണം നമ്മുടെ സ്കൂളിന്റെ യശസ് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഗ്രൂപ്പായി തിരിഞ്ഞ് പന്തയം വെച്ച് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ എണ്ണം എടുക്കാനേ പറ്റില്ല. ഇവരൊക്കെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ പോലീസോ ആവുമോ എന്ന് ചോദിച്ചാ എന്തു പറയാനാ?
9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ 2 പേർക്ക് പരിക്ക് പറ്റിയിട്ട് ഡോക്ടർ വന്നു. 11th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു പയ്യന്റെ കാലൊടിച്ചിട്ട് പോലീസ് വരെ വന്നു. ഇതൊക്കെ പ്രശസ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ഈ വർഷം 12th സ്റ്റാൻഡേർഡ് അവസാന വർഷമല്ലേ? അതുകൊണ്ട് ഇവരെല്ലാം തമ്മിൽ തല്ലുകൂടിയിട്ട് ഹോസ്പിറ്റലിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോയി നമ്മുടെ സ്കൂളിന് പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ താങ്ക്സ് പറയാം. എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അനുമതി കൊടുക്കുന്നത് കൊണ്ട് ഇവർ വളരെ നല്ലവരായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ക്രിയേറ്റീവായി ചിന്തിച്ച് ഇന്ന് ഇവർക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയൊരു ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്തത്. ഇതിനുശേഷവും നാണം, മാനം, വിവരം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാ ഈ 8 ജെന്റിൽമെൻ ഇല്ലാതെ സ്കൂൾ നടത്തേണ്ട ഗതികേട് നമുക്ക് വന്നത് തന്നെ. തീരുമാനമെടുക്കേണ്ടത് ഇവർ തന്നെയാണ്. ഈവനിങ് വരെ ഈ ബെഞ്ചിൽ ഇങ്ങനെ നിന്ന് ഡീപ്പായി തിങ്ക് ചെയ്തേ. താങ്ക് യു. എന്തിനാ മാഡം ഇങ്ങനെയുള്ള അഹങ്കാരികളെ സ്കൂളിൽ നിർത്തിക്കൊണ്ട് ഇതിനൊക്കെ അവസരം കൊടുക്കുന്നേ? ഇവന്മാരൊന്നും ശരിയാവാൻ പോകുന്നില്ല. എല്ലാത്തിനും TC കൊടുത്ത് പറഞ്ഞുവിട്. കുരങ്ങൾക്ക് വാലുള്ളതുപോലെ കുട്ടികൾക്ക് കുസൃതിയും സാധാരണ. ഈ പ്രായത്തിൽ അവർ അങ്ങനെ തന്നെയായിരിക്കും. നമുക്കൊപ്പം അവരെ എത്തിക്കാനാവില്ല. അവർക്കൊപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം. കറക്റ്റാ മാഡം. അവസാനം ഞാനും അത് തന്നെ പറയാൻ വന്നേ. കൂൾ ജെറി, സുനിയുടെ തലമണ്ട പൊട്ടണം. റോഡിൽ വീണ് ഗിരീഷിന്റെ മുട്ടിന്ന് ബ്ലഡ് വരണം. ജഗന്റെ കിഡ്നി ചട്നിയാവും. കാർത്തിക് ഗട്ടറിൽ വീണു. പോടാ പോടാ, വേഗം സൈക്കിൾ എടുത്തുണ്ട് പോ. നമുക്കമ്മാരെ ഫോളോ ചെയ്യാൻ. വാടാ, കമോണ്ട കമോണ്ട. ബ്രേക്ക് എടുത്തില്ല.